ഗ്രാമങ്ങളിലെല്ലാം തന്നെ മദ്യപാനികൾ കുമളകൾ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ഞാൻ പറഞ്ഞില്ലയോ, ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഒരാള് ജർമ്മനിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒരു മദ്യപാനി. സൂക്ഷിക്കണം. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? Den kleinen Jungen, hast du gesehen? ചേട്ടാ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. കേറി വാ, കേറി വാ, കേറി വാ. ഓ മദ്യപാനികളെ പരസ്യമായിട്ട് കളിയാക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇവൻ ചെയ്ത തെണ്ടിത്തരമല്ലേ? ആണ്. വ്യത്യസ്തനാമൊരു ബ്രോക്കറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. ഇന്ന് അവനെങ്കിലും തിരിച്ചറിഞ്ഞാൽ എന്റെ തനി വന്ന് വലിയവനാ, ഭയങ്കര വലിയ ആളാ. മാന്യൻ. എടാ മാന്യ, നമ്മള് കണ്ടിട്ടില്ലാത്ത ഒരു മൂവിയില് പട്ടി നിന്നെ ഞാനാ വിളിച്ചത്. വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് പോടാ. പേടിയാ, അവനെ വിറയ്ക്കും. ഇന്ന് അവന്റെ നെഞ്ചു കയറിയിരുന്ന് പൊങ്കാലയിടിഞ്ഞ് നിന്റെ അച്ഛൻ ഞാൻ പോയ ഞാൻ ചാടി നെഞ്ചിന് വീണു. സത്യം പറഞ്ഞ ഇത് ശരിയല്ല. ഞാൻ ഇങ്ങനെ റോഡിന്റെ നടുവിൽ നിന്ന് വെള്ളം അടിച്ച് ആടി ആടി ഫിറ്റായിട്ട് നിൽക്കാൻ തനിക്ക് നാണമല്ലേ? എന്തോ എവിടെ ആടുന്നു? അത് ഇയാളെ മദ്യപിച്ചുകൊണ്ട് ഇയാൾക്ക് തോന്നുന്നത് ഞാൻ ഫിറ്റാണെന്ന്. ആടി ആടി ഇങ്ങനെ നിൽക്കുന്നു. എവിടെ ആടുന്നു? അത് ഇയാളെ മദ്യപിച്ചുകൊണ്ട് ഇയാൾക്ക് തോന്നുന്നതാണ്. ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഇത് മാത്രം ഭക്തൻ. ഇന്നും അടിച്ചിട്ടില്ല. എനിക്ക് സംശയമുണ്ട്. നീ ഇപ്പൊ ഊത് ഏത് ബ്രാൻഡാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളൊന്ന് ഊത് ഇപ്പൊ പറഞ്ഞ ഏത് ബ്രാൻഡെന്നും. എന്റെ ആറ്റോലെ അമ്മച്ചിയെ, ഇതിനെക്കാളും ഇയാള് മദ്യപിച്ചുകൊണ്ട് ഊതുന്നതാണ് ബെസ്റ്റ്. ജനിച്ചതിന് ശേഷം ഇതുവരെ കോൾഗറ്റും ബ്രഷൊന്നും കണ്ടിട്ടില്ലേ? പെറ്റ തള്ള സൈക്കിള് ശബരിമല മുറ. തന്നെ തിരക്കി ഞാൻ തന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ തന്റെ വീട് അവിടെ ഇല്ല. താൻ ആറ്റിന്റെ കരയുള്ള ആ താമസം മാറി. അതെന്നെ മാറി. അത് വളരെ നന്നായി. അവിടെ പോണ വഴിക്ക് പെണ്ണുങ്ങളുടെ കുളി, അടിച്ചു നനയ്ക്കല്, പിന്നെ അതൊക്കെ ഒഴിവാക്കി വളരെ നന്നായി. പിന്നെ ഇപ്പൊ എങ്ങോട്ടാ താമസം മാറിയത്? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരികത്തോട്ടാക്കി. അതിന് പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. നമുക്കെല്ലാം ക്ലിയർ അല്ലെന്ന്. ക്ലിയർ വേണം. ശരി, എന്റെ ഈ ബ്രോക്കർ പണിയൊന്നും ശരിയാവില്ല കേട്ടോ. താൻ നാളെ ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ട് പറഞ്ഞു നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, ധൈര്യമായിട്ട് കെട്ടിക്കോ, ഒരു കാലത്തും കുഴപ്പം വരില്ല എന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞു ഒരു കാലത്തും കുഴപ്പമില്ലെന്ന്. അതനുസരിച്ച് ഞാൻ പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ വികലാംഗ കുട്ടി. വികലാംഗ? അതെ. നിന്നോട് എന്താ പറഞ്ഞേ? ഒരു കാലത്തും കുഴപ്പം വരില്ല. അതെ, പെണ്ണിന്റെ ഒരു കാലത്തും വേറെ കുഴപ്പമൊന്നും വരില്ല. നിനക്ക് വേണേ എന്ത് കെട്ട്, നിനക്ക് സുസ്മിത ഇങ്ങനെ കൊണ്ടുവരാം. അതൊന്നും വേണ്ട. ഞാൻ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ പോകും. മോനെ പ്രേമിക്കരുത്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറയണം, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. പ്രേമം എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട്. പഴയ പ്രേമമുണ്ട്, ഇപ്പോഴത്തെ പ്രേമം. ഇപ്പോഴത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രേമ. ഫ്രണ്ടിൽ മറ്റേ സാധനം കൊണ്ടുവയ്ക്കും, കുത്തും, ചാറ്റിങ്, ഇടയ്ക്കിടയ്ക്ക് ചീറ്റ് ചെയ്തിട്ട് പോകും. പഴയ പ്രേമം എന്ന് പറഞ്ഞാൽ ഹംസ ദൂതയപ്പ, മറ്റേ ഈ നളനും ദേവന്തിയൊക്കെ. പക്ഷെ എന്റെ സമയത്ത് എനിക്ക് മറ്റേ ഇതില്ല, ഹംസ ഇല്ല, ദൂതയ്ക്ക്. ഞാൻ പകരം വീട്ടിൽ നിന്ന് ഒരു കോഴിയെ പിടിച്ച്. കോഴിയെ? കോഴിയെ പിടിച്ചിട്ട് ലെറ്റർ എഴുതി കോഴിയുടെ കാലിൽ കെട്ടിയിട്ടിട്ട് ഞാൻ പ്രേമിക്കാൻ പോണ സുശീലയുടെ വീട്ടിലോട്ട് പറത്തി വിട്ടു കൊടുത്ത്. ഉടൻ തന്നെ മറുപടി വന്നോ? അരമണിക്കൂർ കഴിഞ്ഞപ്പോ മറുപടി വന്നു, ചിക്കൻ കറി ബെസ്റ്റ് ആയിരിക്കണം, ഇനി ഇതുപോലെയുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെ ഉണ്ട്? പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഇതൊന്നും പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ എന്തായിരുന്നാലും പ്രേമിച്ച കല്യാണം കഴിക്കുന്നു. പ്രേമിക്കല്ലേ? ഞാൻ പറഞ്ഞ പെണ്ണുങ്ങളെ വിശ്വസി സത്യമാണ്. പെണ്ണുങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കും. നാലായിട്ടോ? അതായത് ഗേൾ ഫ്രണ്ട്, കാമുകി, വൈഫ്, സ്റ്റെപ്പിനി. സത്യമാണ്. ഇതിനെ ഈ നാല് വിഭാഗത്തിനെയും കേരളത്തിലെ മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. മൊബൈൽ കണക്ഷൻ? അതെങ്ങനെ?
ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് കണക്ഷനാണ്. 1 മാസം വരെ നമുക്ക് നീണ്ടിരിക്കും. അതുവരെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, ഒന്നുകൊണ്ട് കറങ്ങാം, അത്രേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞ് വീണ്ടും ചാർജ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കാ കട്ടാവും. അപ്പൊ കാമുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ്. ഇതിനേക്കാൾ അല്പം കൂടെ ഒത്തുകൂടെ ബന്ധം വരും. 1 വർഷത്തേക്ക്. 1 വർഷം കഴിഞ്ഞ് അവളെ കല്യാണം കഴിഞ്ഞ് പോണെങ്കിൽ ഓട്ടോമാറ്റിക്കാ കട്ടാവും. വീണ്ടും റീചാർജ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് കണക്ഷനാണ്. മരിച്ചാലും ബില്ല് വന്നുകൊണ്ടിരിക്കും. നേരിട്ട് കുഴിയിൽ വരും. അതാണ് വൈഫ്. ചത്താലും വിട്ടു പിരിയില്ല, നമ്മുടെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അവിടെ സ്വയം തരില്ല. അതാണ് ലൈഫ് ലോങ് കണക്ഷൻ. അപ്പൊ സ്റ്റെപ്പിനെയോ? കോയിൻ ബോക്സ്. സ്റ്റെപ്പിന് എന്ന് പറഞ്ഞാൽ കോയിൻ ബോക്സാ. മനസ്സിലായില്ല? ആവശ്യമുള്ളപ്പോ കാശെടുക്കുക, വിളിക്കുക, കട്ടാക്കുക. അപ്പൊ അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നീ അവിടെ അണ്ണന്മാർക്ക് അറിയാം, അതിന് മനസ്സിലാക്കുക. ശരി, അപ്പൊ അതൊക്കെ പോട്ടെ. ചേട്ടന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെ? ഭാര്യ എങ്ങനെ? നല്ല സ്വഭാവം? എന്റെ ഭാര്യ തനി തങ്കമാണ്, തങ്കപ്പെട്ട സ്വഭാവമാണ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണ്. ഇപ്പൊ സലാലയിലും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച് ഇവിടെ പരസ്യം പറഞ്ഞാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്ത് കുഴപ്പം? ഉറക്കത്തിൽ എഴുന്നേറ്റ് അടക്കണ സ്വഭാവം. പക്ഷെ അത് ഞാൻ മറ്റേ സിനിമയില്ലേ അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രവാദിയുണ്ട്. ഒരു ഏലസ് ജപിച്ച് അരയെ കെട്ടിയാൽ പിന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയില്ല. സത്യമാണ്. അങ്ങനെയാണെങ്കിൽ 2 ഏലസ് ജപിച്ചോണ്ട് വരണേ. എന്താ ചേട്ടന് അസുഖം ഉണ്ടോ? എനിക്കല്ലെന്ന് എന്റെ വീട്ടിന്റെ അടുത്ത ശശിക്ക് ഇതേ അസുഖം. എവിടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയില്ലെങ്കിൽ അവ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമെന്ന്. ഇത് കണ്ടു മടുത്തുന്നു. അപ്പൊ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയുടെ അസുഖം. അതെ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ച ചേട്ടൻ എന്തിനാ ജാനമ്മയുടെ പിറകെ നടക്കുന്നത്? അത് അവന് ഭയങ്കര കുറ്റമായി പോയത്. പൊന്നു മോനെ, ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? അതവനും മനസ്സിലാവില്ല. ഇനി ആ ഭാര്യയുടെ സംസാരം നമുക്ക് വേണ്ട. കുട്ടികളെ കാര്യം ചോദിക്കാം. കുട്ടികൾ എനിക്ക് 3 പേര്. മൂത്തവൻ അന്തസ്സായിട്ട് ഇപ്പൊ ജീവിക്കുന്നു. അവൻ മൂത്തവൻ എന്ന് പറഞ്ഞാൽ തിരുത്തൽവാദി, രണ്ടാമത്തവൻ ഈശ്വരവാദി, മൂന്നാമത്തവൻ യുക്തിവാദി. അപ്പൊ ചേട്ടനാ? ഞാനല്ലേ ഇതിനെല്ലാം ഉത്തരവാദി. നമ്മളുള്ള സത്യം പറയണല്ലോ. ആ പിള്ളേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ സ്വഭാവം വെച്ച് ഞാൻ പറയാണ്, അവരൊന്നും ശരിയല്ല. ചേട്ടാ, ഈ നല്ല പിള്ളേരുണ്ടാകാൻ ഒരു യോഗം വേണം. ഇയാള് പറയുന്ന പോലെ ഞാൻ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടിട്ട് പിള്ളേരെ ഉണ്ടാകാം. നീ പോടാ എന്റെ പാട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇതേപോലുള്ള ആ തല്ലിപ്പൊളി പിള്ളേരെ സൃഷ്ടിക്കുന്ന സമയത്ത് 10 തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഒരു കൊപ്ര മുതലാളിയായിട്ട് മാറിയത്. പിന്നെ പാതിരാത്രി 1:30 മണിക്കല്ലേ തെങ്ങ് വയ്ക്കാൻ പോകുന്നത്? ഇവനൊക്കെ പറഞ്ഞിട്ട് പോവാ. നമ്മളൊക്കെ ഇവിടെ കറക്റ്റാണോ? നമ്മളെ സുഹൃത്തുക്കള് അത് കറക്റ്റാണ്. ശരി. അല്ലെങ്കിൽ ചേട്ടൻ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഇന്നാളെ മന്ത്രി വന്ന ചടങ്ങിന് ഞാൻ പറഞ്ഞു, ചേട്ടന്റെ അടുത്ത് പറഞ്ഞു 10 കുലച്ച വാഴ അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞല്ലോ. ചേട്ടൻ അവിടെ കൊണ്ടുവച്ചത് വാഴത്തൈ. അവിടെ ആരാ വരുമെന്ന് പറഞ്ഞു? മന്ത്രി എന്നല്ലോ. ഇവനൊക്കെ ഇതുവരെ ഏതെങ്കിലും ഒരുത്തൻ പറയുന്ന സമയത്തിന് ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടാണ്. അതുകൊണ്ടാണ് വാഴത്തൈ വെച്ചത്. യുവമാര് വരുന്ന സമയമാകുമ്പോ അത് കൊലച്ചോളൂ. കറക്റ്റാണോ? അപ്പൊ എനിക്ക് ബുദ്ധി ഇല്ലെന്ന അവന്റെ വിചാരം. എനിക്ക് ബുദ്ധി ഉണ്ട്. ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ചേട്ടൻ ഇങ്ങനെ കുടിച്ചു സുഖിച്ച് നടന്നോ? കുടിയന്മാരെ വീണ്ടും അവഹേളിച്ചു. എന്തേ? ഞാൻ പൊറുക്കില്ല. എന്താ പൊറുക്കാത്ത? ഞാൻ പറഞ്ഞില്ലേ എന്താ വീണ്ടും അടിക്കാൻ പാടില്ല? ഇതാണ് കുഴപ്പം. ബ്രോക്കർ പണി എന്ന് പറഞ്ഞ 24 മണിക്കൂർ. നീ ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞ് വീണ്ടും പറഞ്ഞ് ആദ്യം കുടിയന്മാരെ വേറെത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇയാളെ പറയാ ഞാൻ കുടിച്ച് സുഖിച്ച് നടന്നോന്നല്ലേ? പൊന്നു മോനെ, ഇതിന്റെ സുഖം നീയും കൂടെ ഒന്ന് അറിയണേട്ടാ. ഞാൻ കലർത്തി വെച്ച് അടിച്ചതിന്റെ ബാലൻസാണ്. ഒരല്പം നീ ഒന്നടി. നീ വലിയ കൊമ്പത്തെ വർത്താനം പറഞ്ഞല്ലോ, കുടിച്ച് സുഖിച്ച് കിടക്കുകയാണ്. അയ്യോ തന്നെ എന്നിട്ട് ഇവിടെ എല്ലാരും പറയുന്നത് ഞാൻ കുടിച്ച് സുഖിച്ച് കിടക്കുകയാണ്. കഷ്ടപ്പെട്ടാണ് ഈ പുല്ല് തൊണ്ടക്കുഴി വഴി താഴെ പറയണവർക്ക് ഒരു ഗുരുവില്ല. കുടിച്ച് സുഖിച്ച് കിടക്കണം. ഇനിയെങ്കിലും മാന്യന്മാരായിട്ടുള്ള കുടിയന്മാരെ അവഹേളിക്കട്ടെ. അതെപ്പോ ഞാൻ കളിയാക്കൊന്നും അല്ല. അവസാനം എന്തെങ്കിലും അസുഖം വരുമ്പോ അസുഖം വരും. ഓവറായിട്ട് കുടിച്ച അസുഖം വരും. നമ്മളെ പോലെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുത്താടിയിട്ട് പോണെങ്കിൽ ഓക്കെ. ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ അസുഖം വരും. ഞാൻ ഡെയിലി അടിച്ചപ്പോ എനിക്ക് വയറ്റ് കഴിഞ്ഞാൽ വയറ്റുണ്ടോ? ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഹോസ്പിറ്റലൊന്നും പോണ്ട. എന്റെ ചേട്ടൻ ഡോക്ടറാണ്. എനിക്ക് അത്യാവശ്യം ചികിത്സ അറിയാം. നീ പറയുന്നത് പഴയ MBBS ഒന്ന് നോക്കണം. ഭയങ്കര വയറ്റ് കഴിഞ്ഞാൽ
ഇവിടെയാണോ വേദന? അവിടെയല്ല സപ്പ് കൂടെ താഴെ. ഇവിടെയാണോ വേദന? ചുമ്മാ അലിക്കളിയാകല്ലേ. ഇവിടെയാണോ? അവിടെയാണോ? അയ്യോ കുഴഞ്ഞല്ലേ ചേട്ടാ, ഇതൊരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. എന്ത്? വലിയ കുടലും ചെറിയ കുടലും കൂടെ പിണഞ്ഞു കിടക്കുക. കയ്യറ അങ്ങോട്ട്. കൺട്രോറിന്റെ വള്ളിക്കാരെ പിടിച്ചിട്ടാണ് ചെറുകുടലും മഞ്ഞുകുടലും. ഇവന്മാരൊക്കെ ഡോക്ടർമാരെ പറയിപ്പിക്കാൻ വേണ്ടി കാര് വരും ഓരോരുത്തന്മാര്. മനുഷ്യന് ഇവിടെ ഇതെന്റെ ഏരിയ, ഇത്രയും നമ്മളാളാ കേട്ടാ. ഇവിടെ ഏത് കുതിരകൾ വന്നാലും എന്നെ പരിചയപ്പെടുത്തുന്നു. ശിവൻ. ആര്? ശിവൻ. എന്തൊന്നു? ശിവൻ ശിവൻ എന്റെ പരമശിവനെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് വയ്യടാ. ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടാണ് ശിവൻ നടക്കണത്. എന്റെ പൊന്നു ശിവനെ അറിവില്ല കാറുമ്പോന്ന് കാത്തിരശ്രമൊന്നും പോവാണ് സാമി. വില്ലമില്ലാതെ വേർമണി കണ്ടത് പ്രത്യക്ഷപ്പെട്ട് എന്റെ പൊന്നു. അയ്യോ അടുത്ത് നിൽക്കുന്ന ആരെന്നറിയാമോ? എടാ ശിവന്റെ കൂടെ പാർവതി അല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമ്മ തൊഴുതിട്ട് വരട്ടെ. അല്ല പിന്നെ ദേഷ്യം വരൂലേ? വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലേ കയറണം റാസ്കൽ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. നിന്ന് അടി വാങ്ങിക്കണ പാർട്ടിയാണ് ഞാൻ. പോയതാരെന്നറിയാമോ? ആരാ? മിലിറ്ററി ഓഫീസർ ശിവൻ. ഒറ്റ അടിയിൽ എനിക്ക് മനസ്സിലായി. അമ്മയോട് മനസ്സിലായി. പിന്നെ ഞാൻ അറിഞ്ഞ അവിടെ നീ അറിയും പോടാ. എല്ലാവർക്കും കയറി നിറങ്ങാൻ ഞാൻ പുറമ്പോക്കാടെ. എന്ത് എനിക്കും ഇവിടെ മഞ്ഞ വെച്ച് ജീവിക്കണമെന്നുണ്ട്. Hello. Excuse me. Where's the railway station? ഇംഗ്ലീഷുകാരനാ. ഇതിപ്പോ നാട് അടി വാങ്ങിക്കണ കാര്യം കഷ്ടമായി. Hey, where's the railway station, man? It's time. Where's the railway station? Which way to go? ഇപ്പൊ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി? ആരും വരണമില്ല. Hey, railway station. Where's the railway station? ഞാൻ പാവം. ഞാൻ പോട്ടാ. Hey, where's the railway station, man? Which way to go? എന്തൊക്കെ ഭാഷയാണ്? ഇംഗ്ലീഷാണെന്നറിയാം. ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ചുമ്മാ കയ്യാത്തിട്ട് അന്ന് പഠിക്കാൻ പറ്റിയപ്പോ കോലി കളിച്ചോണ്ട് നടക്കണ്ടേ. നേരെ പോയിട്ട് ഒരു ശകലം വളഞ്ഞു പോകണം. വളഞ്ഞു പോകുമ്പോ അവിടെ ഒരു മുക്കുണ്ട്. മൂന്നും കൂടിയ ഒരു മുക്ക്. അവിടെ നിന്ന് ആ ഇട റോഡ് വഴി ഇറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? പട്ടിന്റെ അപ്പനും. Man, where's the railway station? Which way to go? സോറി, പുള്ളിക്ക് മലയാളം അറിയില്ലല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. അനുഗ്രഹിക്കണേ. നേരെ പോണം. എന്നിട്ട് വളയണം. വളച്ച് പോണം. അപ്പോ അവിടെ മുക്ക് മൂന്നും കൂടിയ മുക്കിനിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കും? മുക്ക് മനസ്സിലായോ? മുക്കൻ ഞാൻ നോക്ക്. മുക്ക് മുക്ക് ഇനി മുക്കാനാ. ഇനി മുക്കിയ വിവരം അറിയാം. ഇനി പോടെ.
ഇവിടെ മുക്കുണ്ട്. ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, വണ്ടി, റോഡ് 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 റോഡ്. ജംഗ്ഷൻ ജംഗ്ഷൻ. എടി ഇത് അറിഞ്ഞു വെച്ചിട്ട് മുക്കിന് ജംഗ്ഷനാണല്ലേ? ആ ജംഗ്ഷൻ. ഓക്കെ ജംഗ്ഷൻ. ഓക്കെ ജംഗ്ഷന്റെ പറഞ്ഞ് ഇട റോഡിന് ഇനിയിപ്പോ എന്തോന്ന് പറഞ്ഞു തെറ്റിദ്ധരിക്കില്ലെങ്കിൽ കുഴപ്പമില്ല. ഒന്നും ചെയ്യല്ലേ, ഞാൻ ഇട റോഡ് കാണിച്ചു തരണമാണ്. ഇട റോഡ് ഇട ഇത് എടാ, ഇത് എടാ ഇംഗ്ലീഷിൽ എടാ എടാ, ഇംഗ്ലീഷിൽ എടാ. എന്നിട്ട് അതുവഴി ഇങ്ങനെ ഇറങ്ങണത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ 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 ഇപ്പം മനസ്സിലായി. അന്ന് ഗോലി കളിക്കാൻ പോയത് തന്നെയാണ് നല്ലത്. ഈസിയായിട്ട് ഇംഗ്ലീഷുകാരനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതാ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ മോനെ പോട്ടെ. ഹലോ, എന്താ റെയിൽവേ സ്റ്റേഷൻ? പിന്നെ ഇത്രയും നേരം ഇതെല്ലാം കാണിച്ചിട്ട് നീ എന്താടാ പട്ടി എന്നിട്ട് ഇംഗ്ലീഷുകാരനായാലും പട്ടി എന്ന് വിളിച്ചാൽ അവന് കറക്റ്റ് അറിയാം. ഞാൻ പോണേ. ചേട്ടാ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഏതാണ്? എടാ, ഒരു 2 മിനിറ്റിന് മുമ്പ് വന്നിരുന്നെങ്കിൽ നിനക്ക് മാന്യമായിട്ട് അവന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പൊക്കൂടായിരുന്നാ പട്ടി. പോടാ മലയാളം.